ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത തനി നാടൻ സാമ്പാറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാനായി പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ദോശ, ഇഡ്ഡലി, ചപ്പാത്തി എന്നിവയുടെ കൂടെയും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇടണം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ വേവിക്കണം. മീഡിയം ഫ്ലെയിമിലാണ് പരിപ്പ് വേവിക്കേണ്ടത്. സാമ്പാർ ഉണ്ടാക്കുന്നതിനായി 1/4 കിലോ വെള്ളരിക്ക, 1/4 കിലോ മത്തങ്ങ, 2 ക്യാരറ്റ്, 1 സബോള, 1 വലിയ തക്കാളി, 5 വെണ്ടയ്ക്ക തുടങ്ങിയ വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറന്നതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക ഒഴിച്ചുള്ള എല്ലാ വെജിറ്റബിൾസും ഇടണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഈ സമയം നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കോൽപ്പുളി എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. 5 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം പുളി നന്നായി പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. കുക്കർ വിസിലടിച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതി. ചീനച്ചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയിട്ട് മൂപ്പിക്കണം. ചെറിയ തീയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. തീ നന്നായി ശ്രദ്ധിക്കണം. കായം മൂപ്പിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ, 1 മുറി നാളികേരം ചിരവിയത് എന്നിവ ഇട്ട് നന്നായി വറുത്തെടുക്കണം. അതിലേക്ക് 4 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, 2 പച്ചമുളക് എന്നിവ കൂടി ഇടണം. വറുത്ത നാളികേരത്തിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മല്ലിയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്നുകൂടി നന്നായി വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം. മൺചട്ടിയിൽ വേവിച്ചു വെച്ച പരിപ്പ് ഒഴിച്ചതിന് ശേഷം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കോൽപ്പുളി പിഴിഞ്ഞത് ഒഴിക്കണം. 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കണം.
പുളി നന്നായി വേവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയം നമുക്ക് വെണ്ടയ്ക്ക വാട്ടിയെടുക്കാം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ വെണ്ടയ്ക്ക നുറുക്കിയത് ഇട്ട് 5 മിനിറ്റ് വാട്ടിയെടുക്കണം. ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. വാട്ടിയെടുത്ത വെണ്ടയ്ക്ക തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഇടാം. ഒപ്പം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം അരച്ചതുകൂടി ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. സാമ്പാറിന് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ചാൽ മതി. തിളച്ചതിന് ശേഷം ഇറക്കി വയ്ക്കാം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. വളരെ ചെറിയ തീയിലാണ് ഇത് ചെയ്യേണ്ടത്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും 4 തണ്ട് വേപ്പിലയും 3 വറ്റൽ മുളകും ഇട്ട് മൂപ്പിച്ചതിനു ശേഷം സ്റ്റൗ ഓഫാക്കി സാമ്പാറിലേക്ക് ഒഴിക്കാം. മൂന്ന് തണ്ട് മല്ലിയില ചെറുതായി അരിഞ്ഞതിനു ശേഷം അതിലേക്ക് ഇട്ട് കറി മൂടി വയ്ക്കാം. നല്ല രുചികരമായ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. എൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.